ഈ വീക്കെൻഡിൽ ഞങ്ങൾ പോകുന്നത് എങ്ങോട്ടാണെന്നറിയോ? പറയും. ഗുബൈബ. ഗുബൈബിനെ പറ്റി പറയാന്നുണ്ടെങ്കിൽ ഏറ്റവും പൈസ കുറഞ്ഞ പറഞ്ഞാൽ ഞാൻ പൈസ കുറയുന്ന മാതിരി നമുക്ക് പോകാൻ പറ്റിയൊരു സ്പോട്ടും എടുത്തുള്ളതും ഒക്കെ ആയിട്ടുള്ളൊരു ഗുബൈബിൻ്റെ ആ ഒരു ഫീലിങ് വൈകിട്ട് പോയി ഇരിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് നമ്മൾ പോയി ഇരിക്കുന്നവർക്ക് മനസ്സിലാവുണ്ടാവുള്ളൂ. എന്താ അപ്പോൾ സൂപ്പറാണ് ഗുബൈബ. വെറുതെ ഞായറാഴ്ച റൂമിൽ കടന്ന് സമയം പോക്കല്ലേ. ഞങ്ങൾ നേരത്തെ പോകണമെന്ന് പറഞ്ഞ് ഇറങ്ങി തരുന്നു. ഇപ്പം ഏകദേശം സമയം 5 മണിയായി. അപ്പം തന്നെ ഏകദേശം ഇരുട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം നല്ല ഫോട്ടോസൊന്നും കിട്ടില്ലെങ്കിലും ചെറിയൊരു വ്ളോഗായിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക ഗൈസ്, സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളടുത്തുള്ള മെട്രോ സ്റ്റേഷൻ എന്ന് പറയുന്നത് അബൂബക്കർ മെട്രോ സ്റ്റേഷൻ. അപ്പോൾ ഇവിടുന്ന് നമ്മളെ കൂടെ വരുന്ന ഗൈസ് കണ്ടോളൂ. ശരത് മാഷ്, ശ്യാം കുമാർ, മൗന ആൻഡ് മോണി. കാണിച്ചെടുക്കാൻ ഞാൻ ചാർജ് ചെയ്യണം. കാണിക്കാൻ പാടില്ല. അപ്പം അങ്ങനെയായിരുന്നു. Station is Al Hubeiba. No. ഗൈസ്, ഞങ്ങൾ ഗുബൈബിന്റെ അതിമനോഹരമായ കാഴ്ചയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പാർക്ക് ഒരു പാർക്കാണ്. അതുപോലെ തന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ പറ്റും ഈ നേപ്പാളികള് ഗൈസ്. അറബികൾ ഒരു ഡാൻസ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഓടുകയാണ്. നമ്മൾ എത്തുന്നതിൻ്റെ മുന്നേ അത് കഴിയാൻ ചിലപ്പം ചാൻസ് ഉണ്ട്. അപ്പം ഓടിപ്പോണ ആ ഓട്ടാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് അറബികളുടെ ഡാൻസ് കണ്ടിട്ട് വരാം.
ഗായ്സ് ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ സ്പോട്ട് ഉണ്ട്, അല്ലെങ്കിൽ നല്ലൊരു സ്പോട്ട് ഉണ്ട്. അങ്ങനത്തെ ചായ കുടിക്കുന്ന സ്പോട്ടിലേക്കാണ് ഞങ്ങൾ ഇനി അടുത്ത് പോകുന്നത്. ഞങ്ങളെ കൊണ്ടുപോകുന്ന ഗൈഡ് മിസ്റ്റർ ശ്രീകാന്ത് ദശമൂലം താപല്ല ശ്രീകാന്ത് ഇവിടെ ശ്രീകാന്ത് ഇവിടെ റൂമിലേക്ക് ഒറ്റക്ക് നിൽക്കുന്ന അല്ലെങ്കിൽ നിന്നുണ്ടായിരുന്ന ഒരാളാണ്. അപ്പോൾ ഓൻ ഒറ്റക്ക് നിൽക്കുമ്പോൾ ഓനക്ക് ഡിപ്രഷനൊക്കെ അടിച്ചിട്ട് ഇതിലൂടെ ഇങ്ങനെ ധാരാവാരം നടന്നിട്ട് ഡിപ്രഷൻ മാറ്റുമായിരുന്നു. പോകാൻ പറഞ്ഞതാണ്. ഇല്ല അതെ, ഒറ്റക്ക് നടക്കാനാ ശരിക്കും ഇവിടെ വന്നപ്പോഴാട്ടോ ഞാൻ ഇതിൻ്റെ ഇത് മാറ്റി പറയുന്നത്. എല്ലാവരും റൂമിൽ വെറുതെ ഈ ടെൻഷനൊക്കെ അടിച്ചിരിക്കുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ബ്ലോഗ് കണ്ടിട്ട് ആരെങ്കിലുമൊക്കെ വരിക, ഒറ്റക്കാണെങ്കിൽ ഒറ്റക്ക് വന്ന് ഇവിടെ ഇരിക്കുക. ഇവിടുത്തെ ഒരു ഇപ്പോൾ ഉള്ള ഒരു വൈബാണ്, നല്ല വെതറാണ്, പിന്നെ ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. നമുക്ക് ടെൻഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ റൂമിലൊക്കെ എന്താണ് ഇങ്ങനത്തെ തലതെറിച്ചവന്മാരൊന്നും ഇല്ലാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ റൂമിലൊക്കെ ഒറ്റപ്പെട്ട് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതായത് ഫ്രണ്ട്സുകളാണെങ്കിലും വരിക, വന്നിട്ട് ഇവിടെ വെറുതെ ഇരിക്കുക, സമയം സ്പെൻഡ് ചെയ്യുക. നല്ല വൈബ് ഉണ്ട് കേട്ടോ, നല്ല രസമുണ്ട്. അതിന് ഒറ്റക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ വെറുതെ ഇവിടെ വന്നിട്ട് ഇങ്ങനെ നോക്കി നിന്നാൽ മതി. എന്ത് കാം ആൻഡ് ക്വയറ്റായിട്ട് ഇത്രയും ആൾക്കാരും ആളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ ഇവിടേക്ക് ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ മാത്രമായിട്ട് ഒതുങ്ങും. അപ്പൊ നമ്മളെ മനസ്സൊക്കെ തുറന്ന് സംസാരിക്കാം. ഈ ഗോൾഡ് സൂക്കിന്റെ ഒരു വൈബ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ നടക്കുമ്പോൾ ഞാൻ മുന്നേ വന്നു, നല്ല രസമാണ്. ഇതിനുള്ളിൽ കൂടെ നടക്കാനും നല്ല രസമാണ്. ഈ ടെമ്പിളിൽ പോകണോ ഇവിടെയാണ്. ഇവിടുത്തെ ഷോപ്പിങ്ങും കാര്യങ്ങളും ഇപ്പം എൻ്റെ ഇൻസ്റ്റഗ്രാമിലൊക്കെ റീൽസ് ഒക്കെ ഉണ്ട്. ഇവിടുത്തെ ഞങ്ങളെ ചായ കുടിക്കാൻ ഞങ്ങളെ മാഷ് കൊണ്ടുപോകുന്നുണ്ട് ടെൻറ്റിൽ. ചായ കുടിക്കുന്ന ഒരു സ്പോട്ടിലേക്കാണ് ഞങ്ങൾ പോകുന്നത് ഗൈസ്. ഗൈഡ് മിസ്റ്റർ ശ്രീകാന്ത്. നമ്മൾ ആ ഒരു സ്ട്രീറ്റും സെയിം ആണ്, ഈ ഒരു സ്ട്രീറ്റും സെയിം ആണ്, ഇങ്ങനെ ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഞാൻ ഇവിടെ കുറേ പ്രാവശ്യം വന്നിട്ടുണ്ട്, പക്ഷെ ഇങ്ങനത്തെ സ്പോട്ട് കണ്ടിട്ടില്ല കേട്ടോ ചായ അടിക്കുന്ന. പാനിപൂരി എത്തി. നല്ല ചായക്കട തന്നെയായിരുന്നു. അവിടുന്ന് ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു. ഞാൻ പാനിപ്പൂരിയും ചായയും പൊരിച്ച കടികളൊക്കെ തിന്നു. ഗായ്സ് ഞങ്ങളങ്ങനെ റൂമിലേക്ക് തിരിക്കുകയാണ്. നല്ല വെതറാട്ടോ, അപ്പം പുറത്തിറങ്ങി നടക്കാൻ. ആഹാ, നല്ല നിലാവ്, നല്ല വെതറ്. നിലാവ്, ഈ വെളിച്ചം, നിലാവ്, കുറേ ആൾക്കാർ, കുറേ വൈബ്, കുറേ കാര്യങ്ങൾ, കുറേ ഭാഷകൾ. പുറത്തിറങ്ങി ദുബായിനെ ആസ്വദിക്കുക ഗായ്സ്. ദുബായ് ഇപ്പോൾ ആസ്വദിക്കേണ്ട സമയമാണ്. ഇതാണ് ദുബായ്. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകാനും വേണ്ടിയിട്ട് എപ്പോഴും അബ്രയിൽ വരുമ്പോൾ തിരിച്ചു പോകാൻ ചിലപ്പം ചില സമയത്ത് നമ്മൾ ഇങ്ങോട്ട് വരുന്നതും അങ്ങോട്ട് പോകുന്നതും ഇതുപോലത്തെ ഒരു ചെറിയ ഒരു ഉരുവിൽ കയറിയിട്ടായിരിക്കും. പക്ഷേ ഈ പ്രാവശ്യം ഞങ്ങൾ പോയത് മെട്രോയിലും തിരിച്ചു പോകുന്നത് ഉരുവിൽ കയറിയിട്ടുമാണ്. 1 ദിറംസ് ഉള്ളൂ. അപ്പം ഈ രാത്രിയിൽ ഇതിൽ പോകുന്നത് കുറച്ചും കൂടെ ഒരു എക്സ്പ്ലോർ ചെയ്യാനും അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു വൈബ് ഫുള്ളാവണമെന്നുണ്ടെങ്കിൽ
ഈ ഒരു ഉരുവിൽ പോകുന്നതും കൂടെ ആകുമ്പോൾ അബ്രയിൽ വന്നിട്ട് തിരിച്ച് പോകുന്ന ആ ഒരു ഫീലിംഗ് കൂടെ കിട്ടുള്ളൂ നമുക്കറിയാം. ഇതിൽ പോകുന്നത് കുറച്ചും കൂടെ നല്ലൊരു വൈബും കൂടെയാണ് ഈ രാത്രി പോകുന്നത്. രാത്രി പോകുന്നത് നല്ല ഇതിൽ കയറുന്ന തന്നെ ഒരു വൈബാണ്. ഒരു ദിറംസ് ഉള്ളൂ ഇവിടെ നിന്ന് തിരിച്ച് അങ്ങോട്ട് പോകാൻ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ തിരിച്ച് കയറി ഞങ്ങൾ റൂമിലോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇതിൽ തന്നെ ഇരുന്ന ആ ഒരു ദിറംസിന് അങ്ങോട്ട് തന്നെ തിരിച്ചു പോകാൻ പറ്റുമോ? മുതലാളി ജംഗ ജഗ ജഗ യെസ് അത്. അപ്പോൾ ഞങ്ങൾ ഉരുവിലൊക്കെ കയറി ഒരു ഞായറാഴ്ച കഴിയുന്നതിൻ്റെ ഒരു സങ്കടം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാലോ, നമ്മളൊരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രാവിലെ നീച്ച് ഓഫീസിൽ പോകുന്നത് അൽഹംദുലില്ലാ അത് വലിയ ഭാഗ്യമാണ് പോകുന്നത്. പക്ഷെ എന്നാലും ഒരു ഞായറാഴ്ച കഴിയാന്ന് പറയുമ്പോൾ നമുക്ക് എവിടെയൊക്കെ എന്തൊക്കെ ഒരു ഇതുണ്ട്. ആ ഒരു സംഭവം ഉണ്ടെങ്കിൽ പോലും പുറത്തൊക്കെ പോയി ഫ്രണ്ട്സുകളെ കൂടെ ഷോപ്പിംഗ് ഒന്ന് ഫുഡ് ഒക്കെ കഴിച്ചു. ഭയങ്കര ഒരു ഞായറാഴ്ച കഴിഞ്ഞ ഒരു വൈബ് ഇങ്ങനെ കഴിയുന്നു. അങ്ങനെ ഞങ്ങളിതാ അതിൻ്റെ ഈ അബ്രൻ്റെ സൈഡിൽ കൂടെ തന്നെ ഞങ്ങളിങ്ങനെ ബാക്കിലോട്ട് വരുന്നു. കുറച്ച് അങ്ങോട്ട് നടക്കാനുണ്ട് റൂമിലോട്ട്, ഒരു 10 മിനിറ്റും കൂടെ. ആ ഒരു ഇതും ഇതായി കായലിൻ്റെ അരുവിലൂടെ ഇങ്ങനെ നടക്കുന്ന ഒരു വൈബും. അപ്പം വീണ്ടും ഇതാ കണ്ടു ചമ ഏതാ ഒരു കറി ഗഫൂർഖാൻ്റെ ഏതാണെന്ന് കാണിച്ചു കൊടുക്കും. ഇവിടെ കുറേ ഉണ്ടല്ലോ. അതാണ് ശ്യാമ് കണ്ടുപിടിച്ചിട്ടുണ്ട് ഗായ്സ്. ഇതാണല്ലോ അത്. അതിപ്പോ അൾട്രാ ഇത് വെച്ചാന്നൊക്കെയാണ് ശ്യാമ് പറയുന്നത്. ആ അതന്നെ അതെ. മാസൊക്കെ നടന്ന് ക്ഷീണിച്ചു ഗായ്സ്. അപ്പൊ ഞങ്ങൾ റൂമിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. ബൈ. അപ്പൊ എല്ലാവരും വീഡിയോസും കാര്യങ്ങളൊക്കെ കാണും. ഇനിയും ഇതുപോലെ ഏതെങ്കിലും വീക്കെൻഡിലും വീഡിയോസൊക്കെ ആയിട്ട് വരും. സപ്പോർട്ട് ചെയ്യുക ഗായ്സ്. ബൈ.